ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിനെ തകർക്കുന്നത് എല്ലായ്പ്പോഴും അതിൻ്റെ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ തന്നെയാകണമെന്നില്ല. അതിൻ്റെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് തന്നെ, ആ ജനാധിപത്യ വ്യവസ്ഥയിലെ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് തന്നെ ആ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ തകർക്കാം. ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തുന്നത് അതാണ്. നാളെ അവർ ജനാധിപത്യ പ്രക്രിയ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇന്ന് ജനാധിപത്യ പ്രക്രിയ പുറത്തേക്കെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, രാജ്യത്ത് കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, സർവകലാശാലകൾക്ക് സ്വയംഭരണാധികാരമുണ്ട് പല തലത്തിലും എന്ന്. പക്ഷേ ഇതെല്ലാം തന്നെ സംഘപരിവാറിന് അനുകൂലമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് സുപ്രീം കോടതിയാണ്, ജുഡീഷ്യറിയാണ്. പൊതു അടിസ്ഥാനത്തിൽ ഇപ്പോൾ താഴെത്തട്ടിലുള്ള ജുഡീഷ്യറിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഭരണഘടനാ കോടതികൾ എന്നുള്ള അർത്ഥത്തിൽ ഈ ഹൈക്കോടതികളെയും സുപ്രീം കോടതിയെയും നമുക്ക് എടുത്താൽ, സുപ്രീം കോടതിയെ ഉദാഹരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിലനിൽക്കുന്ന ജനാധിപത്യ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തകർക്കുക എന്നുള്ളതിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രകടമായ രീതിയിലുള്ള സംഘർഷങ്ങൾ നേരിടുന്ന, സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് സുപ്രീം കോടതി. അത് സംഘർഷം എന്ന് ഞാൻ പറഞ്ഞത് അത് വളരെ സുഗമമായൊരു പ്രക്രിയയല്ല ഇപ്പോൾ നടക്കുന്നത്. ആ സുപ്രീം കോടതിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സംഘപരിവാർ പദ്ധതിക്കെതിരായിട്ടുള്ള ചെറിയ എതിർപ്പുകൾ, ചെറിയ തരത്തിലുള്ള പിടിച്ചു നിൽക്കലുകൾ, പ്രതിരോധങ്ങളൊക്കെ അതിൻ്റെ വിധികൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരു ലാർജർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൃഹദാഖ്യാനത്തെ സംഘപരിവാർ കൈപ്പിടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇന്ത്യൻ ജുഡീഷ്യറിയെ. നമുക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ തന്നെ ഈ ഒരു മാറ്റത്തെ സംഘപരിവാറിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഭാഗമാണ് ജുഡീഷ്യറി. അതിനങ്ങനെ സ്വതന്ത്രമായ ജുഡീഷ്യറി എന്ന് പറയുമ്പോഴും, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്, അത് വേണ്ടതാണ് എന്ന് പറയുമ്പോഴും ഭരണകൂടത്തിൻ്റെ വർഗ സ്വഭാവത്തിന് ഉപരിയായിട്ട് ഒരു ജുഡീഷ്യറി ഒന്നുമില്ല. അതിന് തൊഴിലാളി വർഗ ജുഡീഷ്യറിയും മുതലാളിത്തത്തിൻ്റെ ഭരണവും അല്ലല്ലോ നടക്കുന്നത്. ജുഡീഷ്യറിയും അതൊക്കെ തന്നെ അതിൻ്റെ വർഗ താല്പര്യങ്ങൾക്കെതിരായിട്ട് അത് ഒരിക്കലും പ്രവർത്തിക്കുന്നുമില്ല. പക്ഷെ പലപ്പോഴും ഈ ലിബറൽ ജനാധിപത്യത്തിൻ്റെ, ഉദാര ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഒരു പരിധിവരെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷങ്ങളിൽ ജുഡീഷ്യറിക്ക് ചിലപ്പോൾ രാഷ്ട്രീയ നേരിട്ടുള്ള ഭരണകൂടത്തിൻ്റെ മർദ്ദക സ്വഭാവത്തിനെയൊക്കെ ചെറുക്കുന്ന ചില നടപടികൾ എടുക്കേണ്ടി വരാറുണ്ട്, എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കോടതി നേരിട്ട് എടുക്കുന്നതല്ല, പുറത്തു നടക്കുന്ന സമരങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് നടക്കുന്നത്. അത് വേറൊരു വിഷയം. സമൂഹത്തിൽ നടക്കുന്ന വലിയ സമരങ്ങളുടെ പ്രതിഫലനമാണ്, വലിയ സംഘർഷങ്ങളുടെ പ്രതിഫലനമാണ് കോടതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ അധികാരത്തിൽ വരുമ്പോൾ സംഘപരിവാറിന് അനുകൂലമായ വിധികളുണ്ടാകുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്നുള്ള രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരുപാട് സംഘർഷങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഭൂപ്രഭുക്കളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യയിലെ ഭൂവുടമസ്ഥത സമ്പ്രദായം, അതിൽ സ്വകാര്യ സ്വത്ത് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ സംവിധാരി സമ്പ്രദായം നിർത്തലാക്കുകയോ ചെയ്യുന്നതിനായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പൗരാവകാശ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിലൊന്നും സുപ്രീം കോടതി തുടക്കത്തിൽ തന്നെ വളരെ പുരോഗമനപരമായ നിലപാടൊന്നുമല്ല എപ്പോഴും എടുത്തിട്ടുള്ളത്. അത് പൗരാവകാശങ്ങളുടെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ സ്വത്തുടമസ്ഥതയുടെ കാര്യത്തിലായാലും ശരി, ഇതിലൊക്കെ വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനയുടെ അമെൻമെൻറ്റുകളിലൊന്ന്, ഭേദഗതികളിലൊന്ന് വരുന്നത് തന്നെ ഈ പൗരാവകാശത്തെ ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. രമേഷ് താപ്പർ കേസിലും ബ്രിജ്ഭൂഷൺ കേസിലുമൊക്കെ ആയിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഏതുവരെയാകാം എന്നുള്ളതിൻ്റെ നിബന്ധനകൾ വെക്കുന്നതിൻ്റെ ഭാഗമായാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ പലതരം സംഘർഷങ്ങളിലൂടെ കോടതികളും കടന്നു പോകുന്നുണ്ട്. ഈ നമ്മളെല്ലാവരും പറയുന്ന കേശവാനന്ദ ഭാരതി കേസിലേക്ക് എത്തുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യൻ ഭരണകൂടം ഒരു തരത്തിൽ ദുർബലമാവുന്ന ഭരണകൂടം വളരെ ഹിംസാത്മകവും വളരെ അക്രമാസക്തവുമായ സ്വഭാവം പ്രകടിപ്പിക്കും. ശക്തമായ ഭരണകൂടവും ദുർബലമായ ഭരണകൂടവും ഒരേ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിക്കുക. അത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് എപ്പോഴും ഒരു ജനകീയ രാഷ്ട്രീയത്തിൻ്റെ, വിപ്ലവ രാഷ്ട്രീയത്തിൻ്റെ
ഒരു മൂർത്തമായ അവസ്ഥയെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് അതിൻ്റെ വളരെ സൂക്ഷ്മമായൊരു ബുദ്ധി കൂടിയാണ്, രാഷ്ട്രീയ ബുദ്ധി കൂടിയാണ്. എല്ലായ്പ്പോഴും വളരെ ഹിംസാത്മകമായി പ്രവർത്തിക്കുന്ന ഭരണകൂടം എന്ന് പറയുന്നത് ശക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല, അതിൻ്റെ ദൗർബല്യത്തെ മറച്ചു വയ്ക്കുന്നതിന് കൂടി കൊണ്ടായിരിക്കും. ഇപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ സംഘപരിവാർ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് മുകളിലും മറ്റ് ബദൽ എന്നുള്ളതിനേക്കാൾ ഉപരി തങ്ങളുടെ എതിർ രാഷ്ട്രീയത്തിന് മുകളിൽ നേടുന്ന ഒരു വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ഈ സൈക്കോളജിക്കൽ വാർഫെയറിലൊരു വിജയം കൂടിയാണ്. തങ്ങളെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള അപ്രതിരോധ്യമായ ഒരു അക്ഷൗഹിണിയാണ് തങ്ങളുടേത് എന്ന് തോന്നിപ്പിക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. വലിയൊരു ഭൂരിപക്ഷം വരുന്ന ആളുകൾ അതിനെതിരാണല്ലോ. ഇപ്പോഴും 40% താഴെയാണ് BJPയുടെ പിന്തുണ. എന്നാൽ എല്ലാ മേഖലകളിലും തങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് അവർക്ക് കഴിയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സംഘർഷം ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവരുന്നു. അടിസ്ഥാന പ്രമാണങ്ങൾ, ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതിനെ മറികടക്കുന്നതിന് പാർലമെൻറ്റിന് കഴിയില്ല. പാർലമെൻറ്റിന് ഭരണഘടനയെ അമെൻഡ് ചെയ്യുന്നതിനുള്ള, ഭേദഗതി ചെയ്യുന്നതിനുള്ള സമ്പൂർണ്ണ അധികാരമുണ്ട്. പക്ഷേ ഭരണഘടനയുടെ ഇത്തരം ഈ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് അതിന് കഴിയില്ല. ഏറ്റവും അവസാനം NJAC നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ്റെ നിയമനിർമ്മാണം കോടതി റദ്ദാക്കിയത് അത് പറഞ്ഞിട്ടാണ്. അങ്ങനെ കുറച്ച് നിയമനിർമ്മാണങ്ങൾ മാത്രമേ കോടതി അങ്ങനെ റദ്ദാക്കിയിട്ടുള്ളൂ. പക്ഷേ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കേശവാനന്ദ ഭാരതി കേസിൽ വന്നത് തൊട്ട് അതിനുശേഷം ഇങ്ങോട്ട് നിരവധി കാര്യങ്ങളിൽ കോടതികൾ 1980കളിലും ഒക്കെ എടുത്താൽ നമുക്കറിയാം ഒരു ആക്ടിവിസ്റ്റ് കോർട്ട് എന്നുള്ള രീതിയിലേക്ക് കോടതി മാറുകയും പരിസ്ഥിതിയുടെ കാര്യത്തിലാവട്ടെ, പൗരാവകാശങ്ങളുടെ കാര്യത്തിലാവട്ടെ ഒരു വലിയ അളവോളം കോടതികൾ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്, റൈറ്റ് ടു ലീവ് എന്ന് പറയുന്നത് വെറും മൃഗതുല്യമായൊരു ജീവിതം എന്നുള്ളതിൻ്റെ വെറും ഒരു ജൈവമായ ഒരവസ്ഥ മാത്രമല്ല, അത് മാന്യമായി ജീവിക്കുന്നുള്ള ഒരു അവകാശമാണ് എന്നുള്ള തരത്തിലുള്ള വിധികൾ. അതുപോലെ തന്നെ പൗരാവകാശങ്ങളുടെ പേരിൽ മനേകാ ഗാന്ധി കേസ്, നിരവധി കേസുകളിൽ, പിന്നീട് ഏഷ്യാഡ് കേസ്, അതുപോലുള്ള റൈറ്റ് ടു ലീവ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നിരവധി കേസുകളിൽ സുപ്രീം കോടതി ഇത്തരം അഭിപ്രായങ്ങളിലൂടെ പോയത്. അതിൻ്റെ ഇടയിലൊരു പാച്ച് നമുക്ക് കാണാൻ പറ്റും അടിയന്തരാവസ്ഥ കാലത്തെ. അതായത് അദ്വാനി പറഞ്ഞല്ലോ അന്ന് മാധ്യമങ്ങളെക്കുറിച്ച്, കുനിഞ്ഞു നിൽക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലിഴഞ്ഞു എന്ന് പറഞ്ഞ പോലെ സുപ്രീം കോടതിയോട് ഒന്നും പറയേണ്ടി വന്നില്ല. സുപ്രീം കോടതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം മുട്ടിലിഴഞ്ഞാണ് ന്യായാധിപന്മാരൊക്കെ കോടതിയിൽ പോയത്. അപ്പോൾ അവരോടൊന്നും പറയേണ്ടി പോലും വന്നില്ല. അത്രയും വിധേയരായിരുന്നു അവർ. ADM ജബൽപൂർ കേസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് പൗരാവകാശങ്ങളില്ല എന്നും അങ്ങനെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഭരണകൂടം റദ്ദാക്കി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ വരാൻ കഴിയില്ല എന്നും പറഞ്ഞൊരു കോടതിയാണ് നമ്മുടെ. അതായത് ഭരണകൂടത്തിൻ്റെ മുകളിൽ ഭരണകൂടത്തിനോട് കോടതിക്ക് എത്രയൊക്കെ വിധേയപ്പെടാം എന്നുള്ളതിൻ്റെ ഏറ്റവും അശ്ലീലമായ സാക്ഷ്യം കൂടി സുപ്രീം കോടതി ഇതിൻ്റെ ചരിത്രത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടത്തിൽ വളരെ കൃത്യമായിട്ട് കോടതി മറ്റു രീതിയിൽ ഇടപെട്ടു. ഗ്ലോബലൈസേഷനൊക്കെ വന്നതിന് ശേഷം ആ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട്, ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് തൊഴിൽ നിയമങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച അത്തരം കുറേ വിധികളൊക്കെ ഉണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ സുപ്രീം കോടതി അതിനനുസൃതമായ വിധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, സ്റ്റേറ്റിനെ, ഭരണകൂടത്തിനെ നേരിട്ട് ചോദ്യം ചെയ്യാത്ത, ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്യാത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കോടതികൾ വളരെ പുരോഗമനപരമായ നിലപാടെടുക്കുന്ന വിധികളുള്ളതായിട്ട് നമുക്ക് കാണാം. അത് അഡൽട്ടറി കേസിൽ, സ്വവർഗ ലൈംഗികതയുടെ നവജോത് കൗർ കേസിൽ, അതുപോലെ തന്നെ ഒരു പരിധിവരെ പുട്ടസ്വാമി കേസിൻ്റെ യുക്തി വേണമെങ്കിൽ അതാണ്, അതിനെ റദ്ദ് ചെയ്യുന്നതാണ് മറ്റ് പല നിയമനിർമ്മാണങ്ങളും പുട്ടസ്വാമി കേസിൽ ഒക്കെ നമുക്ക് കാണാം. എന്നാൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തെയും ഭരണകൂടത്തിന് സമൂഹത്തിൻ്റെ മുകളിലുള്ള പിടിയെയും ചോദ്യം ചെയ്യുന്ന പൗരാവകാശങ്ങളുടെയും അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനും ആവശ്യമായിട്ടുള്ള സമരങ്ങളുടെയും കാര്യത്തിൽ വരുന്ന ഏത് വിഷയത്തിലും കോടതി ഭരണകൂടത്തിനൊപ്പമാണ് നിൽക്കുന്നത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പം കൂടിയാണ് നിൽക്കുന്നത്. അത് ഇപ്പോൾ ആധാർ കേസിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭീമ കൊറേഗാവ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അമിതമായ അധികാരങ്ങൾ നൽകുകയും അതിനെ ഒരു സൂപ്പർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയായിട്ട് പ്രഖ്യാപിക്കുകയും
നമ്മളുടെ റൂൾ ഓഫ് ലോയുടെ പ്രധാന അടിത്തറകളിലൊന്നായ ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് കുറ്റാരോപണം നടത്തുന്നയാളാണ് അത് തെളിയിക്കേണ്ടത് എന്നുള്ളതിൽ നിന്നും കുറ്റാരോപിതനാണ് തെളിയിക്കേണ്ടതെന്ന് പറയുന്ന തരത്തിലുള്ള വലിയ മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള ആ ഒരു ഇഡിക്ക് അത്തരത്തിലുള്ള അധികാരം കൊടുക്കുന്ന നിയമം ഉണ്ടാക്കുമ്പോൾ അതിന് ഭരണഘടനാപരമായ വാലിഡിറ്റി കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലൊക്കെ ഉള്ള ഭരണകൂടത്തിൻ്റെ ഒരു അനക്സർ പോലെ കോടതി പ്രവർത്തിക്കുന്നത് നാം കണ്ടു. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തെ ചോദ്യം ചെയ്യാത്ത സ്ഥലങ്ങളിൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുകയും ഒരു പരിധിവരെ ശബരിമല കേസിൽ പോലും അതാണ് സംഭവിച്ചത്, അനുവദിക്കുകയും പിന്നീട് അത് മാറ്റി, അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനോടുള്ള കീഴ്പ്പെടലിൻ്റെ ഭാഗമായിട്ടാണ് അനുവദിക്കുകയും. എന്നാൽ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയാധികാരത്തെയും ഭരണകൂടത്തിൻ്റെ സമൂഹത്തിന് മുകളിലുള്ള അധികാരത്തെയും ചോദ്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളിലും ഭരണകൂടത്തിനൊപ്പം നിൽക്കുകയുമാണ് കോടതി ചെയ്തത്. ഇത് പല രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ്. ഭരണകൂടത്തിൻ്റെ ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയാധികാര പ്രക്രിയയ്ക്കൊപ്പം അതിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുക എന്നുള്ളത്. ആദ്യത്തെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് പൗരാവകാശങ്ങളാണ്. പക്ഷേ ഇന്ത്യയിൽ മറ്റൊന്നു കൂടി സംഭവിക്കുന്നു. അതിനൊപ്പം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വിധികൾ കൂടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നു. അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭരണകൂട അതിക്രമങ്ങളെ, ഹിന്ദുത്വ രാഷ്ട്രീയം നടത്തുന്ന ഭരണകൂട അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാത്ത വിധികൾ ഉണ്ടാകുന്നു. അതിനുവേണ്ടി ഒപ്പം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയവും കോർപ്പറേറ്റ് കൂട്ടുകെട്ടും ഒന്നിച്ച് നടത്തുന്ന കൊള്ളയെ സാധൂകരിക്കുന്ന വിധികളുണ്ടാകുന്നു. വളരെ കൃത്യമാണത്. ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത 3 ന്യായാധിപന്മാർ നമ്മൾക്കൊരു സാമ്പിളായിട്ട് എടുക്കാം. ഒന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര, വിരമിച്ച ആളുകൾ, ജസ്റ്റിസ് അരുൺ മിശ്ര. മറ്റൊന്ന് ജസ്റ്റിസ് ഖാൻവിൽക്കർ. മറ്റൊന്ന് ജസ്റ്റിസ് MR ഷാ. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിൽ അദാനിയുടെ കേസുകളെല്ലാം ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിലേക്ക് വളരെ കൃത്യമായി, വളരെ നിഗൂഢമായ രീതിയിൽ എത്തുകയും മിശ്ര അതിലെല്ലാം അദാനിക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് ഒരു വസ്തുതയാണ്. ഇത് ദുഷ്യന്തവയെ പോലെയുള്ള വളരെ മുതിർന്ന അഭിഭാഷകർ തന്നെ ഈ പ്രശ്നം ഉന്നയിക്കുന്നു. അത് പ്രശ്നമായിട്ട് മാത്രം കിടക്കുകയും അതിന് പരിഹാരമൊന്നും ഉണ്ടായില്ലെങ്കിലും ആ പ്രശ്നം ഉന്നയിക്കപ്പെട്ടു. ഇതിൽ എല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു. ഒരു കൃത്യമായിട്ട് ആ ബെഞ്ചിലേക്ക് എത്തുന്നു. സർക്കാരിന് പ്രശ്നമുള്ള കേസുകളെല്ലാം മിശ്രയുടെ ബെഞ്ചുകളിലേക്ക് എത്തുന്നു. മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് ലോയ കേസാവട്ടെ, ഭീമ കൊറേഗാവ് കേസാവട്ടെ, മറ്റ് നിരവധി കേസുകളാവട്ടെ, മിശ്രയുടെ ബെഞ്ചിൽ നിന്നും സർക്കാരിന് അനുകൂലമായി പൗരാവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള നിരവധി വിധികളുണ്ടാകുന്നു. ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ കാര്യത്തിൽ സെക്ഷൻ 24ൻ്റെ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ മിശ്രയുടെ ബെഞ്ചും മറ്റൊരു ബെഞ്ചും, സത്യത്തിൽ മിശ്രയുടെ ബെഞ്ചിന്, ഒരു കോർഡിനേറ്റ് ബെഞ്ചിൻ്റെ വിധിക്കെതിരായിട്ട് മിശ്രയുടെ ബെഞ്ചിന് ആ കോർഡിനേറ്റ് ബെഞ്ചിൻ്റെ വിധി പെറിൻകുറിയമാണ് എന്നൊക്കെയുള്ള മട്ടിലാണ് മിശ്ര വിധി പറഞ്ഞത്. അതങ്ങനെ പറയുന്നതിന് ഇവർക്ക് അത് റൈറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അത് പറഞ്ഞു. എന്നിട്ട് ആ 2 വിധികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അതിൻ്റെ ഭരണഘടനാപരമായ സാധുത വീണ്ടും പരിശോധിക്കാനും അതിൻ്റെ വ്യാഖ്യാനം നൽകുന്നതിനും വേണ്ടി ഉണ്ടാക്കിയ ഭരണഘടനാ ബെഞ്ചിൻ്റെ തലവനായിട്ട് അരുൺ മിശ്ര തന്നെ വരുന്നു. ലാൻഡ് അക്വിസിഷൻ ആക്ടിലെ ഈ സെക്ഷൻ 24 സംബന്ധിച്ച് അരുൺ മിശ്ര തന്നെ വരുന്നു. അരുൺ മിശ്ര അങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നും അരുൺ മിശ്ര ഇരിക്കുന്നത് അത് അയാൾ മുൻവിധിയോടുകൂടിയാണ് അതിലിരിക്കുക എന്നും, കാരണം അയാൾ തന്നെ പറഞ്ഞ വിധിക്കെതിരെ അയാൾ മറ്റൊരു വിധി പറയാനുള്ള സാധ്യതയില്ലെന്നും വളരെ ലോജിക്കലായിട്ട് തന്നെ നമുക്കറിയാം. അയാൾക്ക് മറ്റ് നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലെങ്കിൽ കൂടി ഒരു മനുഷ്യൻ്റെ യുക്തി പ്രവർത്തിക്കുക മറ്റൊരു തരത്തിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അരുൺ മിശ്ര അതിൽ നിന്നും പിൻവാങ്ങിയില്ല എന്ന് മാത്രമല്ല, അത്തരം ഉള്ള എതിർപ്പുകളെല്ലാം വളരെ റൂഡായി തള്ളിക്കളയുകയും അവിടെ ഇരുന്നു കൊണ്ട് സർക്കാരിന് അനുകൂലമായ രീതിയിൽ, സർക്കാരിന് വേണ്ട രീതിയിൽ താൻ മുമ്പ് പറഞ്ഞ വിധിയെ തന്നെ സാധൂകരിക്കുന്ന വലിയൊരു വിധി എഴുതിയുണ്ടാക്കുകയും ചെയ്തു. ഈ മിശ്ര മറ്റൊന്നുകൂടിയാണ്. മിശ്ര പ്രധാനമന്ത്രി ഒരു വലിയ ജീനിയസാണ്, തിങ്കിങ് ഗ്ലോബലി ആൻഡ് ആക്ടിങ് ലോക്കലി എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ കണക്കറ്റ് പ്രശംസിക്കുകയും ചെയ്ത ആളുകൂടിയാണ് ജസ്റ്റിസ് അരുൺ മിശ്ര. സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ഗൊഗോയ്ക്കെതിരെ, അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഗൊഗോയ്ക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെ തള്ളിക്കളയുന്നതിന് വേണ്ടി, അതിൽ അന്വേഷണം നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും പരസ്യമായി തന്നെ നടത്തിയ ഒരാളാണ് ജസ്റ്റിസ് അരുൺ മിശ്ര. ഇനി ഖാൻവിൽക്കർ ശബരിമല കേസിൽ ആദ്യം ഭൂരിപക്ഷ വിധിക്കൊപ്പമായിരുന്നു. പിന്നെ അത് റിവ്യൂ ചെയ്യുന്നതിന് ഉള്ള അനുമതി കൊടുത്തു. അങ്ങനെ മൂപ്പരതിലൊരു തകിടം മറിച്ചിൽ നടത്തി. അത് അതല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഖാൻവിൽക്കർ
ഞാൻ ഒരു മാതൃകയായിട്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഒരു ടൊട്ടാലിറ്റേറിയൻ റെജീമിന് വേണ്ടി കോടതികൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കയ്യാളുകളായി ജസ്റ്റിസുമാർ മാറുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഖാൻവിൽക്കറിൻ്റെ ജഡ്ജ്മെൻറ്റ് ഹിമാൻഷു കുമാർ കേസിൽ ഛത്തീസ്ഗഡിലെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടത് വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിമാൻഷു കുമാർ അടക്കമുള്ള ആളുകൾ നൽകിയ കേസിൽ അതിൽ സർക്കാരിൻ്റെ വാദങ്ങളെ മുഴുവൻ മുഖവിലക്കെടുക്കുകയും അതിൽ യാതൊരു തരത്തിലുള്ള അതിലെ നിരവധിയായിട്ടുള്ള അവ്യക്തതകളെയും വൈരുദ്ധ്യങ്ങളെയും ഒന്നും പരിഗണിക്കാതെ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഹിമാൻഷു കുമാറിന് പിഴ ചുമത്തുകയും അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്യണമെന്നാണ് ഖാൻവിൽക്കറിൻ്റെ ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോടതിയിൽ നീതി തേടി വരുന്ന മനുഷ്യരെ ഭരണകൂടത്തിൻ്റെ വേട്ട സംവിധാനങ്ങൾക്ക് മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ന്യായാധിപൻ എന്ന് പറയുന്നത് അത് എത്രമാത്രം ഭീകരമായ നിലയിലാണ് ഇന്ത്യയുടെ കോടതികൾക്കുള്ളിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഈ ഹിംസാത്മകമായ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതെന്നതിൻ്റെ തെളിവാണ്. മറ്റൊന്ന് സക്കിയ ജാഫ്രിയുടെ കേസാണ്. ആ കേസിൽ ഗുജറാത്ത് കലാപത്തിൽ ഇഹ്സാൻ ജാഫ്രി എന്ന സക്കിയ ജാഫ്രിയുടെ കൊല്ലപ്പെട്ട ഭർത്താവ് ഹിന്ദുത്വ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഗുൽബർഗ സൊസൈറ്റി കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും അതിൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കമുള്ള ആളുകളുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ ദീർഘകാലത്തെ നിയമ പോരാട്ടങ്ങൾ വീണ്ടും വീണ്ടും സുപ്രീം കോടതിയിലെത്തുകയും ഒക്കെ ചെയ്തു. അതിനൊപ്പം അവർ പൊതുമണ്ഡലത്തിലും കോടതിയിലും നടത്തിയ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി വിധി നൽകിയപ്പോൾ അവരുടെ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല അവരെ ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചതിന് വേണ്ടിയിട്ട് ടീസ്റ്റാ സെത്തൽവാദിനെതിരെ കേസെടുക്കണമെന്ന് പറയുകയും അവർക്കെതിരെ കേസെടുക്കണമെന്ന് അവ്യക്തമായി പറഞ്ഞാൽ പോരാ, കുറച്ചുകൂടി വൃത്തിയായിട്ട് പറയണമെന്ന് സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടപ്പോൾ എന്നാൽ അത് വളരെ കൃത്യമായിട്ട് പറയാമെന്ന് പറയുകയും അത് വിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് ഖാൻവിൽക്കർ. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കയ്യാളുകളായി ജസ്റ്റിസുമാർ മാറുക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇ ഡി കേസിലെ വിധി. ഇ ഡിക്ക് പരമാധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഈ ജനാധിപത്യപരമായ റൂൾ ഓഫ് ലോയെ മുഴുവൻ അട്ടിമറിക്കുന്ന, ജനാധിപത്യ നിയമവാഴ്ചയെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തിൻ്റെ തികഞ്ഞ സമഗ്രാധിപത്യ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ മാറ്റുന്ന തരത്തിൽ ഉള്ള നിയമനിർമ്മാണത്തിന് മുഴുവൻ സാധ്യതയും നൽകിയ ഒരു വിധിയാണ് ഖാൻവിൽക്കർ പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് ഷായുടെ കേസിലും ഇത് തന്നെയാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു അനുബന്ധ എക്സിക്യൂട്ടീവായിട്ട് കോടതികൾ മാറുക എന്നുള്ളതിന്. ഇപ്പോൾ അരൂപ് ഭുയാൻ കേസിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് കോടതികൾ പൊതുവെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയിലെ അംഗമായതുകൊണ്ട് മാത്രം, ഒരു പാസീവ് മെമ്പറായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാളെ UAPA പോലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ നിയമം എന്ന് നമ്മൾ പറയുന്നതാണ്. കോടതിക്കും അങ്ങനെ അഭിപ്രായം ഇപ്പോഴില്ല. നിയമത്തിൻ്റെ കീഴിൽ അയാളെ ചാർജ് ചെയ്യാൻ പറ്റില്ല വെറും ഒരു മെമ്പർഷിപ്പിൻ്റെ പേരിൽ. എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അയാൾ പങ്കാളിയാണ് എന്നുള്ളത് കൂടി തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റുകയും പാസീവ് മെമ്പർഷിപ്പ് ആയാൽ പോലും നിങ്ങളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിലേക്ക് ആ നിയമത്തെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായി ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ UAPA പോലുള്ളൊരു ജനാധിപത്യ വിരുദ്ധ നിയമത്തെ പൗരാവകാശ ലംഘനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് നിർബാധം ഉപയോഗിക്കാവുന്ന ഒരു നിയമമാക്കി നിലനിർത്തുന്നതിൽ സുപ്രീം കോടതി അതിന് പിന്തുണ നൽകുന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സഹൂർ വത്താലി കേസിൽ സുപ്രീം കോടതി നേരത്തെ പറഞ്ഞ ഈ ജസ്റ്റിസുമാരുടെ ജഡ്ജ്മെൻറ്റാണ് അതിനിടെ ആക്കുന്നുണ്ട്. അത് സഹൂർ വത്താലി കേസിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നൽകുന്ന മറ്റേ കുറ്റപത്രം അല്ലെങ്കിൽ ഈ കുറ്റാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തെളിവുകളെ യുക്തിസഹമാണോ എന്നോ അതിൻ്റെ തെളിവുകൾ യുക്തിഭദ്രമാണോ സ്വീകരിക്കാവുന്നതാണോ എന്നൊന്നും നോക്കേണ്ട ബാധ്യത വാസ്തവത്തിൽ കോടതികൾക്കില്ല. ജാമ്യം നൽകാൻ നോക്കുമ്പോൾ അവരതിനെ ഏതാണ്ട് ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ സ്വീകരിച്ചാൽ മതി എന്നുള്ള തരത്തിലാണ് സഹൂർ വത്താലി കേസിൽ ജഡ്ജ്മെൻറ്റ്. അതോടുകൂടി UAPA കേസിലെ ഒരു പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് ജാമ്യം കിട്ടുന്നതിനുള്ള സാധ്യത ഏതാണ്ട് എന്നത്തേക്കുമായി അവസാനിപ്പിക്കുകയാണ് കോടതി ചെയ്തത്. നമുക്കറിയാം, ഇപ്പോൾ ഉമർ ഖാലിദ് അടക്കമുള്ള നിരവധി ആളുകൾ, ഇപ്പോൾ റോണ വിൽസൺ, ഭീമ കൊറേഗാവ് കേസിലെ
വളരെ അപൂർവം പേർക്ക് ജാമ്യം കിട്ടി. നിരവധി ആളുകൾ എത്രയോ കാലമായി ജയിലിലാണ്. ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലുള്ള ഒരാൾ കുടിക്കാനുള്ള വെള്ളം കുടിക്കുന്നതിനൊരു സ്ട്രോ കിട്ടുന്നതിന് പോലും അപേക്ഷിച്ചിട്ട് കിട്ടാതെ ഇന്ത്യയുടെ തടവറകളിൽ ഇന്ത്യൻ ഭരണകൂടം കൊല ചെയ്തു. അതിനിടയാക്കുന്നൊരു നിയമമാണിത്. ഇക്കാര്യത്തിൽ ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പോലും പൗരാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലും ജനാധിപത്യപരമായ രീതിയിലും മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനത്തിലും അതിനെ സമീപിക്കാതെ ഭരണകൂടത്തിൻ്റെ വേട്ടപ്പല്ലുകൾക്ക് മൂർച്ച കൂട്ടുന്ന തരത്തിലുള്ള വിധിന്യായങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. ഇത് കോടതിയിലെ വലിയൊരു വിഭാഗം ചെയ്യുന്നുണ്ട്. ഇത് വ്യക്തിപരമായ രീതിയിൽ ആളുകൾ ചെയ്യുന്നു എന്നല്ല ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ മാതൃകകളെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും ഒരു ടൊട്ടാലിറ്റേറിയൻ റെജീമും ഒരു സമഗ്രാധിപത്യ ഭരണകൂടവും അത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പിടിമുറുക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഇനി മറ്റൊന്നുകൂടി, തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെയാണ് അവർ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുന്നത്. ന്യായാധിപന്മാരുടെ നിയമനത്തിൽ കൊളീജിയവുമായിട്ട് കേന്ദ്ര സർക്കാരിനുള്ള അസംതൃപ്തിയും തർക്കവും വെളിപ്പെട്ടതാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കൊളീജിയം നിർദ്ദേശിച്ചാൽ അവരുടെ നിയമനങ്ങൾ നടത്താതിരിക്കുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രം നിയമിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. വളരെ അപൂർവമായി കൊളീജിയം അതിൽ തർക്കങ്ങൾക്ക് ഇടയാക്കാറുണ്ട്. മിക്കപ്പോഴും സർക്കാരിനൊപ്പം നിൽക്കുകയാണ് കൊളീജിയവും ചെയ്യുന്നത്. കൊളീജിയം സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ആശാസ്യമായ ഒരു ജനാധിപത്യ സമ്പ്രദായമൊന്നുമല്ല ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലുള്ള രീതി വെച്ച് നോക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് പൂർണ്ണമായും ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ BR ഷായും അരുൺ മിശ്രയും ഒക്കെ മോദിയെ വാഴ്ത്തിപ്പാടിയ ആളുകളാണ്. ഷായും ഇതുപോലെ പരസ്യമായിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ മോദിക്ക് സ്തുതിഗീതം പാടിയ ഒരാളാണ്. സുപ്രീം കോടതി എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോദി ഗീതം പാടി പരിപാടി തുടങ്ങുന്ന ഒന്നാക്കി മാറ്റും. ഈ സർക്കാരിന് ആണ് ന്യായാധിപന്മാരെ നിയമിക്കാനുള്ള പരിപൂർണാധികാരം എന്നുള്ളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ന്യായാധിപ നിയമനത്തിലും കൊളീജിയവുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലും അതിനെ ഞെരുക്കലുമൊക്കെ ഭരണകൂടം നടത്തുന്നത്, കേന്ദ്ര സർക്കാർ നടത്തുന്നത് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഖിൽ ഖുറേഷിയെ സുപ്രീം കോടതി ജസ്റ്റിസ് ആക്കുന്നതിനുള്ള ശുപാർശ അവരംഗീകരിച്ചില്ല. മാത്രവുമല്ല, തങ്ങൾക്കെതിരായ അമിത്ഷായ്ക്കെതിരായ വിധി പറഞ്ഞ അഖിൽ ഖുറേഷിയെ ഏറ്റവും ചെറിയ ഹൈക്കോടതികളിലൊന്നിലേക്ക് മാറ്റിക്കൊണ്ടാണ് അവർ പകരം വീട്ടിയത്. അദ്ദേഹത്തിന് സുപ്രീം കോടതി ജസ്റ്റിസ് ആവാൻ കഴിഞ്ഞില്ല. സർക്കാരിൻ്റെ രാഷ്ട്രീയ പദ്ധതിയുമായിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ വിധികളിലൂടെയും തൻ്റെ നിലപാടുകളിലൂടെയും എതിർത്ത് നിന്ന ജസ്റ്റിസ് മുരളീധരനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കിയില്ല. അതുപോലെ തന്നെ നിരവധി പേരെ ഇത്തരത്തിലുള്ള ആളുകളെ സുപ്രീം കോടതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ വളരെ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിനെ പൂർണ്ണമായും എതിർക്കുന്നതിനോ തടയിടുന്നതിനോ ഒന്നും സുപ്രീം കോടതിക്ക് കഴിയുന്നില്ല. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്, ചില സമയങ്ങളിൽ കൊളീജിയത്തിനുള്ളിൽ നിന്നും ഒക്കെ കേന്ദ്ര സർക്കാരുമായിട്ട് തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് പൂർണ്ണമായും ഇന്ത്യൻ ജുഡീഷ്യറി സംഘപരിവാറിന് വിധേയമായി എന്ന് ഞാൻ പറയില്ല. ബഹുഭൂരിഭാഗവും അതിന് വിധേയമായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പോലും ചില ആന്തരിക വൈരുദ്ധ്യങ്ങൾ, അത് ലിബറൽ ഡെമോക്രസിയും ഫാഷിസവും തമ്മിലുള്ള ചില വൈരുദ്ധ്യങ്ങളുടെ ഭാഗമായിട്ട് അതിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ കാണുന്നു. അതിനെ പുരോഗമനപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ സമരത്തിൻ്റെ, ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗവുമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ പ്രകടമായ രീതിയിൽ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വളരെ സ്വാഭാവികവൽക്കരിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജനുവരി 22 ഈ പ്രതിഷ്ഠാ പരിപാടി അത് വളരെ സ്വാഭാവികവൽക്കരിച്ചാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഉണ്ടായ അടുത്ത ദുരന്തമാണിത് എന്ന് പറഞ്ഞ പോലെ രണ്ടും നടത്തിയത് ഹിന്ദുത്വ രാഷ്ട്രീയമാണല്ലോ. രണ്ടും നടത്തിയത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്. മഹാത്മാഗാന്ധിയെ കൊന്നതും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്, ബാബറി മസ്ജിദ് തകർത്തതും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് ദുരന്തങ്ങളുണ്ടായി എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞതിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പിന്നാലെ വരുന്ന ഒരു പരിപാടിയെ ഒരു തികച്ചും മതപരമായ ഒരു പരിപാടിയിൽ, ഒരു പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുകയും അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയും അത് ഇന്ത്യയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയാക്കി മാറ്റുകയും അതിനെ നമ്മളുടെ ഒരു സാമൂഹ്യമായ സ്വീകാര്യതയിലേക്ക് വളരെ കൃത്യമായി തുന്നിച്ചേർക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുകയാണ്. സർക്കാർ ജീവനക്കാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പകുതി ദിവസം അവധിയാണ് കൊടുക്കുന്നത്. അതിനെ ഒന്നാലോചിച്ച് നോക്കൂ. ഒരു ഹിന്ദു മതത്തിൻ്റെ ഒരു പരിപാടിയാണ്. അങ്ങനെയാണ് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഹിന്ദു മതവിശ്വാസികൾ മാത്രമുള്ളൊരു സ്ഥലമല്ല, ബഹുസ്വരമായ ഒരു സമൂഹമാണ് നമ്മളുടേത്. മതവിശ്വാസികളുണ്ട്, മതവിശ്വാസികളല്ലാത്തവരുണ്ട്, പല തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുള്ളവരുണ്ട്. ഒരു സർക്കാർ എന്ന് പറയുന്നത് ഇതുമായി ഒന്നും ബന്ധമില്ലാത്ത ഒന്നാണ്. അതിനെയാണ് നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. മതപരമായ ഭിന്നതകളെയും മതപരമായ വിശ്വാസ പ്രമാണങ്ങളെയും ഒന്നും കണക്കിൽ
കണക്കിലെടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമൂഹത്തെ ഭരിക്കുമ്പോൾ അതിൻ്റെ പരിഗണന എന്ന് പറയുന്നത് മതപരമായ ഭിന്നതകളോ മറ്റൊന്നുമല്ല, മറിച്ച് അതിന് മതേതരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നായിരിക്കും ആ സർക്കാർ ഭരിക്കുന്നത്. അതാണ് ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ സാമാന്യമായിട്ട് പറയുകയാണെങ്കിൽ, സൂക്ഷ്മമായല്ല ഞാനത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ, ഒരു മതേതര സർക്കാർ, ഭരണഘടനാപരമായി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മതേതര സർക്കാരാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ നിലനിൽക്കുമ്പോൾ ആ സർക്കാർ കൊടുക്കുന്നത് എന്താ? ഒരു രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് പകുതി ദിവസത്തെ അവധിയാണ് നൽകുന്നത്. ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു അശ്ലീലത്തെ, അശ്ലീലം എന്നുള്ളതിലുപരി ഇത് ഇന്ത്യയിലെ മതേതര ജനാധിപത്യത്തെ അവസാനിപ്പിക്കുന്നതിൻ്റെ ഓരോ നടപടികളാണ്. ഇതെല്ലാവർക്കും അറിയാം, ഇത് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്. നമുക്ക് ഇതിനോട് എങ്ങനെയാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി മറ്റൊരു തരത്തിൽ പ്രതികരിക്കുന്നത്? ഇപ്പോൾ അയോധ്യ വിധി കൊടുത്ത ജുഡീഷ്യറിയെ നമുക്കറിയാം. അതിനുശേഷം ഞാനിതിൽ വളരെ സങ്കടകരമായി കാണുന്നൊരു കാര്യം, വളരെ പ്രകടമായി തന്നെ ഈ സ്വാഭാവികവൽക്കരണത്തെ, ഈ നോർമലൈസേഷനെ, ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ ഈ നോർമലൈസേഷനെ ഈ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളും, ജനാധിപത്യ സ്ഥാപനങ്ങളെന്നല്ല ഭരണഘടനാ സ്ഥാപനങ്ങളും ഇതിനെ വളരെ കൃത്യമായി പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു ഉദാര ജനാധിപത്യത്തിൻ്റെ വക്താവ് എന്നോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയും ഒക്കെ ഒപ്പം നിൽക്കുന്നു എന്നോ ഒക്കെ നമ്മൾ കരുതുന്ന വിധികളിലൂടെയൊക്കെ ചെറിയ ചായ്വൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്, ഗുജറാത്തിൽ അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയും അവിടെ സോമനാഥ ക്ഷേത്രം സന്ദർശിക്കുകയും എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നത് ദ്വാരകയിലും സോമനാഥിലുമൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പാറുന്ന ധ്വജം എന്ന് പറയുന്നത് യൂണിറ്റിയുടെ ഒരു ധ്വജമാണ്, അത് നീതി നിർവഹണത്തിൻ്റെയും ഒക്കെ ഒരു ഹ്യൂമാനിറ്റിയുടെയും ഒക്കെ ഒരു വലിയ സന്ദേശത്തെയാണ് നൽകുന്നത് എന്നൊക്കെയാണ് ചന്ദ്രചൂഡ് പറഞ്ഞത്. ചന്ദ്രചൂഡ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. ചന്ദ്രചൂഡിന് ഈ പള്ളി പൊളിച്ച ചരിത്രത്തെക്കുറിച്ച് അറിയാം, ബാബറി മസ്ജിദ് തകർത്തതിനെക്കുറിച്ച് ചന്ദ്രചൂഡിനറിയാം, അതിന് അവിടെ പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിയാമെന്നുള്ള ഒരു വിധി കൊടുത്ത് ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ചാണ്. ഇതെല്ലാം അറിയാം. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് മായാത്ത മുറിവുകൾ ഉണ്ടാക്കിയത് എന്ന് ചന്ദ്രചൂഡിനറിയാം. ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ, ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ മുഖ്യ ന്യായാധിപൻ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ചരിത്രത്തെയും അതിൽ നീതി നിർവഹണത്തിൻ്റെ സമസ്യകളെയും കുറിച്ചെല്ലാം, അതിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയവും ഒക്കെ ഉണ്ടാക്കുന്ന ചലനങ്ങളെയും എല്ലാം കുറിച്ചറിയാവുന്ന ഒരാളാണ്. ഉദാര ജനാധിപത്യത്തിൻ്റെ വക്താവ് എന്നുകൂടി നമ്മൾക്ക് ധരിക്കാവുന്ന ഒരാളാണ് ചന്ദ്രചൂഡ്. രാമക്ഷേത്രത്തിൻ്റെ ഈ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് സോമനാഥ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ സന്ദർശനം നടത്തുന്നു, അവിടെ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ പോകുന്നു. എന്നിട്ട് ഈ ദ്വാരകയിലും സോമനാഥ ക്ഷേത്രത്തിലെയുമൊക്കെ ധ്വജങ്ങളുടെ സാർവലൗകികമായ ഐക്യമത്യത്തെക്കുറിച്ച്, യൂണിറ്റിയെക്കുറിച്ചൊക്കെ, ഹ്യൂമാനിറ്റിയെക്കുറിച്ചൊക്കെ വാചാലനാകുന്നു. എന്ത് തരം ഹ്യൂമാനിറ്റിയാണ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ കൊടികൾ നൽകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചന്ദ്രചൂഡിന് ചരിത്രപരമായി എന്ത് ധാരണയാണുള്ളതെന്ന് നമുക്കറിയില്ല. ആളുകളെ അമ്പലങ്ങളിൽ കയറാതെ നിർത്തിയ, ജാതി കോട്ടകളെ പരിപാലിച്ച, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ട് പതിതരായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ തങ്ങളുടെ ഗർഭഗൃഹങ്ങൾക്ക് പുറത്തേക്ക് നിർത്തിയ ഈ ക്ഷേത്രങ്ങളുടെ മുകളിൽ പാറുന്ന ഈ കൊച്ചുകൊടിയുടെ യൂണിഫിക്കേഷൻ്റെ ധർമ്മം എന്താണ് ചന്ദ്രചൂഡ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. അതുപോട്ടെ, മറ്റൊന്ന്, ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപൻ ക്ഷേത്ര സന്ദർശനങ്ങൾ നടത്തി ഇത്തരത്തിൽ തൻ്റെ നീതിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളിൽ പാറുന്ന കൊടിയുടെ പിൻബലത്തിലുള്ള ഒരു മൂല്യബോധമാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്നത് വളരെ അപകടകരമായ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മതേതരത്വത്തിന് നിരക്കാത്ത ഒന്നാണ്. വ്യക്തിപരമായ അമ്പലത്തിൽ പോകുന്നതിന് നമുക്കൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷേ ഒരു മുഖ്യ ന്യായാധിപൻ എന്നുള്ള നിലയിൽ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നുള്ള നിലയിൽ അദ്ദേഹം അമ്പലത്തിൽ പോവുകയും അതിനെ തൻ്റെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെടുത്തിയ പ്രസ്താവനകളിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെ അപകടകരമായ സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ചും
ഇന്ത്യ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ ഉയരുന്നത് ഇനി നാളെ ചന്ദ്രചൂഡ് പറഞ്ഞ ദ്വാരകയിലും സോമനാഥിലും ഉള്ള കൊടിയുടെ ആ വലിയ യൂണിറ്റിയുടെ കൊടി എന്ന് പറയുന്ന അത്തരത്തിലൊരു കൊടി നാളെ ഉയരാൻ പോകുന്നത് രാമക്ഷേത്രത്തിൻ്റെ മുകളിലുമാണ്. ആ രാമക്ഷേത്രത്തിലും അങ്ങനെയാണെങ്കിൽ ചന്ദ്രചൂഡ് പോകും, അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പോകും, അവരവിടെയും ഇതിനെ ഒന്നായി കാണും. അപ്പോൾ ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികവൽക്കരണമാണ്. നിങ്ങൾക്ക് യൂണിറ്റിയെക്കുറിച്ച് പറയാൻ ദ്വാരകയിലും സോമനാഥ ക്ഷേത്രത്തിലും ആണോ പോകേണ്ടത്? നിങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനായിട്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ ഐക്യത്തെയും ഇന്ത്യയുടെ ഒന്നിപ്പിക്കലിനെയും കുറിച്ച് പറയുന്നതിന്, ബഹുസ്വരതയെയും കുറിച്ച് സൂചിപ്പിക്കുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ ഹിന്ദുമതത്തിൻ്റെ ചിഹ്നങ്ങൾ എത്തിയിടുന്നത്? ഹിന്ദുമതത്തിൻ്റെ ചിഹ്നങ്ങൾ ഹിന്ദുത്വയുടെ ചിഹ്നങ്ങളായി സംഘപരിവാർ അവതരിപ്പിക്കുന്നൊരു കാലത്ത് അതിനെതിരെ നിൽക്കുക എന്നുള്ളത് ഹിന്ദുമതത്തിനെതിരെയല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരെ എന്നുള്ള അർത്ഥത്തിലല്ല, ഹിന്ദുത്വയുടെ ഈ ചിഹ്നരാഷ്ട്രീയത്തിനെതിരെ നിൽക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒട്ടും നിഷ്കളങ്കമായാണ് ചന്ദ്രചൂഡ് ചെയ്തതെന്ന് ഞാൻ കരുതുന്നില്ല. നാളെ മറ്റൊരു തരത്തിലുള്ള ഭരണമാറ്റം കേന്ദ്രത്തിൽ വരികയും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെടുകയും ചെയ്താൽ കുറച്ചുകൂടി ജനാധിപത്യപരമായി മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ധാരയിലേക്ക് മാറാവുന്ന ജാർഗൺ സ്കൈലുള്ള ഒരാളാണ് ചന്ദ്രചൂഡ്. ആ തരത്തിൽ ലിബറൽ ജനാധിപത്യത്തിന് ഇപ്പോഴും അയാളെ തള്ളിക്കളയാനാവില്ല. എങ്കിൽ പോലും നിലവിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികവൽക്കരണത്തിന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ ലിബറൽ എലീറ്റിലെ വലിയൊരു വിഭാഗം, ജുഡീഷ്യറിയിലെയൊക്കെ വലിയൊരു വിഭാഗം പോകുന്നത് എന്നുള്ളതിൻ്റെ സങ്കടകരമായ സാക്ഷ്യങ്ങളിലൊന്ന് സോമനാഥ ക്ഷേത്രത്തിൻ്റെ കൊടിയെക്കുറിച്ച് വാചാലനാകുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. ജുഡീഷ്യറി എങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതിയുടെ ഒരു അനുബന്ധ സ്ഥാപനമായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്ന് ഈ അടുത്ത് പുറപ്പെടുവിച്ച കാശ്മീരിൻ്റെ പ്രത്യേക പദവി സംബന്ധിച്ച വിധിയാണ്. ജമ്മു കാശ്മീരിനെ 2 ഭരണഘടനാ പ്രദേശങ്ങളാക്കി വിഭജിക്കുകയും ജമ്മു കാശ്മീരിലെ ജനാധിപത്യ സർക്കാരിനെ ഇല്ലാതാക്കുകയും ആ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ നടപ്പിലാക്കിയ തീരുമാനങ്ങളെ പൂർണ്ണമായും ശരിവെക്കുകയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ ചെയ്തത്. അതിൽ മറ്റൊരു പ്രധാന പ്രശ്നം എന്നുള്ളത് ആ വിഷയത്തിൽ ഉയർന്നു വന്ന കാശ്മീരിൻ്റെ പദവി സംബന്ധിച്ച ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത് സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിൻ്റെ വിധിയിൽ സുപ്രീം കോടതി കാണിച്ച അനീതി എന്നുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊന്ന്, ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെയും മറ്റ് സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ അസ്തിത്വത്തിനെ സംബന്ധിച്ചുണ്ടാക്കാവുന്ന ഒരു വിധി കൂടിയാണ് കോടതി പുറപ്പെടുവിച്ചത്. അതായത് കേന്ദ്ര സർക്കാരിന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സംസ്ഥാനത്തെയും സംസ്ഥാനം എന്നുള്ള പദവിയിൽ നിന്നും ഡിമോട്ട് ചെയ്ത് കേന്ദ്രഭരണ പ്രദേശമാക്കാമെന്നും വിഭജിക്കാമെന്നും അതിൻ്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാമെന്നും ഒക്കെ വരികയും അതിന് നിയമസഭകളുടെ സമ്മതം പോലും കൺസൾട്ടേഷൻ പോലും ആവശ്യമില്ല എന്ന് വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. ഇത് സുപ്രീം കോടതി ഇന്ത്യയുടെ ഫെഡറലിസത്തിന് നേരെ നടത്തിയ, സുപ്രീം കോടതി കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ആക്രമണമാണ് എന്ന് പറയേണ്ടി വരും. ഫെഡറലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ്, ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ബൊമ്മെ കേസടക്കമുള്ള നിരവധി വിധിന്യായങ്ങളിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ഈ ജമ്മു കാശ്മീരിനെ 2ആയി വിഭജിച്ചുകൊണ്ടുള്ള നടപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് എതിരായിട്ടുള്ള ഒന്നാണ്. ആ കാരണം കൊണ്ട് തന്നെ അത് റദ്ദാക്കപ്പെടേണ്ടതാണ്. ആ വിധി എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളത് നിരവധിയായ മറ്റ് ഒരുപാട് നിയമവശങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുകയും ഭാവിയിൽ ഏത് സംസ്ഥാനത്തെയും അതിൻ്റെ പദവി മാറ്റാനും അതിനെ വിഭജിക്കാനുമൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ശക്തി പകരുന്ന കേന്ദ്ര സർക്കാരിനെ ഒരു തികഞ്ഞ സമഗ്രാധിപത്യ കേന്ദ്രീകൃത ഭരണകൂടമാക്കി പ്രതിഷ്ഠിക്കുന്ന ഒരു വിധി കൂടിയാണ് ആർട്ടിക്കിൾ 370 കാശ്മീർ കേസിൽ സുപ്രീം കോടതി നൽകിയത്. മറ്റൊന്നുകൂടി കോടതി അതിൽ ചെയ്തു. അത് കോടതി നിരവധി കേസുകളിലായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. അവർ ഭരണഘടനാപരമായി തങ്ങളുടെ ചുമതലകൾ, ഭരണഘടനയെ വ്യാഖ്യാനിക്കേണ്ട തങ്ങളുടെ ചുമതലകളിൽ നിന്നും ഒളിച്ചോടുന്നൊരു പ്രവണത സുപ്രീം കോടതി കാണിക്കുന്നുണ്ട്. ഈ കേസിൽ നോക്കൂ, ഇതിനെ
രണ്ടായി വിഭജിച്ചുകൊണ്ടുള്ള ഈ നടപടിയെ സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് ലഡാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിന് തിരിച്ചു കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ, കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഭരണഘടനാപരമായി ആ നടപടിയുടെ സാധുതയെയും അതെങ്ങനെ വേണം, അത് എന്താണ് ചെയ്യേണ്ടത്, അത് മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ഒന്നാണോ എന്നൊക്കെ പരിശോധിക്കേണ്ട പകരം അതൊന്നും ഇപ്പോൾ പരിശോധിക്കുന്നില്ല. മറിച്ച് സംസ്ഥാന പദവി വീണ്ടും കൊടുക്കാമെന്നും അവിടെ തെരഞ്ഞെടുപ്പ് നടത്താമെന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഭരണഘടനാ ബെഞ്ച് പറയുന്നത്. ഈ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് നാളെ മാറാം, സർക്കാർ മാറാം. ഭരണഘടനാ കോടതിയുടെ വിധിയാണ് നമ്മൾ മറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന കേസുകളിൽ ഒരു കീഴ്വഴക്കമായിട്ട് വായിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ കോടതി ഈ വിഷയത്തിൽ പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നോക്കുന്നത്. അപ്പോഴാണ് സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു അഭിഭാഷകൻ്റെ, സോളിസിറ്റർ ജനറലിൻ്റെ ഒരു ഉദ്യോഗസ്ഥ അഭിഭാഷകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരാളുടെ ഉറപ്പിൽ കോടതി ഒരു ഭരണഘടനാ പ്രശ്നത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നത്. കോടതി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വ്യാഖ്യാനത്തെ, ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയും അതിൻ്റെ ജനാധിപത്യ സത്തയെ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു ചുമതലയിൽ നിന്നും ഒളിച്ചോടുകയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയുടെ ഉറപ്പിന് മുകളിൽ തങ്ങളുടെ ചുമതലകളെ മാറ്റിവെക്കുകയും ചെയ്യുന്ന ഭീരുത്വം നിറഞ്ഞ വിധേയത്വത്തിലേക്ക് പതിക്കുന്നതിൻ്റെ ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് കാശ്മീർ കേസിലെ വിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാശ്മീരിലെ മറ്റൊരു പ്രശ്നത്തിൽ, അനുരാധ ഭാസിൻ കേസിൽ നമ്മൾ കാശ്മീരിലെ ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണിൻ്റെ കാര്യത്തിലും ഇത് തന്നെ കണ്ടു. ലോകത്ത് തന്നെ ഏറ്റവും അധികം ഇൻ്റർനെറ്റ് ഷട്ട് ഡൗണുകൾ ജനാധിപത്യ വിരുദ്ധമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ ആലോചിക്കണം. ഇതിൽ കോടതി കുറേ ഡയറക്റ്റീവ്സ് കൊടുക്കുകയും കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വളരെ മൂർത്തമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിൽ കൃത്യമായ നടപടിക്രമങ്ങളോ ആയിട്ടല്ല കോടതി ഇത് ചെയ്യുന്നത്. ഇതൊരു റിവ്യൂ കമ്മിറ്റിക്ക് വേണ്ടി കോടതി കൊടുക്കുകയാണ്. റിവ്യൂ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? റിവ്യൂ കമ്മിറ്റി സർക്കാരിന് അനുകൂലമായിട്ട് തന്നെ ഇത് വ്യാഖ്യാനിക്കുന്നു. അതായത് പൗരാവകാശങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, പൗരാവകാശങ്ങളെ ഭരണകൂടത്തിൻ്റെ ശക്തിയുമായി ഏറ്റുമുട്ടുന്ന രീതിയിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഒരവസ്ഥ വരുമ്പോൾ കോടതികൾ ഒളിച്ചോടുന്ന പ്രവണത, അല്ലെങ്കിൽ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന പ്രവണത, കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന പ്രവണത വളരെ വിസിബിളാണ്. മറ്റൊന്നുകൂടിയുണ്ട്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പദ്ധതികൾക്കൊപ്പം കൂടി നിൽക്കുന്ന പ്രവണതയും ഇതിലുണ്ട് എന്നുള്ളതാണ്. ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിനൊപ്പം നിൽക്കുന്ന പ്രവണത കോടതികൾ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത്. പക്ഷേ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്ന പ്രവണത കോടതികൾ പ്രകടിപ്പിക്കുന്നത് ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. ഇത് ഇന്നും ഇന്നലെയും ആയിട്ട് പുതിയത് തുടങ്ങിയതല്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണെന്നുള്ള വിധിയിൽ തന്നെ നമുക്കിതിൻ്റെ ഛായകൾ കാണാൻ കഴിയും. പക്ഷേ അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഇത്തരം തർക്കങ്ങളിൽ ഈ ഭരണഘടന സംബന്ധിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയം ഇടപെടുന്ന ഇത്തരം ഭരണഘടനാ തർക്കങ്ങളിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായ വിധികൾ പുറപ്പെടുവിക്കുന്നു എന്നുള്ളത് മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ത്യൻ ജുഡീഷ്യറിയെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും തള്ളിയിടുന്നത്. കാരണം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കേവലമായൊരു അനുബന്ധ സ്ഥാപനം മാത്രമല്ല ജുഡീഷ്യറി എന്ന് പറയുന്നത്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്ന വളരെ ഓർഗാനിക്കായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റിൻ്റെ ചലനാത്മകമായ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടി ജനം സമീപിക്കുന്നൊരു സ്ഥലമാണ്. അത് വെറും സാങ്കേതികമായ ഒരു വ്യാഖ്യാനമല്ല. രണ്ടുപേർ തമ്മിലുള്ള അതിർത്തി തർക്കത്തിൽ വിധി പറയലല്ല ഒരു ഭരണഘടനാ കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഭരണഘടനയുടെ അന്തഃസത്തയെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത്, അത് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ രാഷ്ട്രീയമായ മൂല്യബോധത്തെയും സത്തയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധികൾ അതിൽ നിന്നുണ്ടാവുകയും വ്യാഖ്യാനങ്ങൾ അതിൽ നിന്നുണ്ടാവുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന തരത്തിലാകണമെന്നല്ല, പക്ഷേ അതിൻ്റെ മൂല്യബോധം, അതിൻ്റെ ആന്തരികമായ പ്രചോദനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയാണ്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു അവസാന വാക്കൊന്നുമല്ല. ഒരു പക്ഷേ ഇന്ത്യൻ ഭരണഘടന സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ തന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സന്ദേശമല്ല തരാൻ ഉദ്ദേശിക്കുന്നത്, ഞാനതിനെ അതുകൂടി സൂചിപ്പിക്കുന്നതെന്ന് മാത്രം. സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ തകർക്കാവുന്ന രീതിയിലുള്ള സാധ്യതകൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു സാധനമാണ്. അതായത് ഭരണവർഗത്തിന് തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള അപകടങ്ങളും ജനാധിപത്യത്തെ സംബന്ധിച്ചിട്ടുള്ള അപകടങ്ങളും നിരത്തിവെച്ചിട്ടുള്ള ഒന്നാണിത്. അതേസമയം തന്നെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ മൂല്യബോധത്തെ, ലിബറൽ ജനാധിപത്യത്തിൻ്റെ നടത്തിപ്പിനെ സാധ്യമാക്കുന്ന, സുഗമമാക്കുന്ന ഒരു തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സാധ്യതകളും അതിലുണ്ട്.
ഈ പറയുന്ന പോലെ ദേ ഫോൾ ഇൻ ദെയർ ഓൺ റെട്ടറിക് എന്ന് പറയുന്ന പോലെ ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ബൂർഷ്വാസിയുടെ വാചകവടിയിൽ പലപ്പോഴും ബൂർഷ്വാസി തന്നെ വീണുപോകും. പൗരാവകാശങ്ങളുടെ കാര്യത്തിലും ജനാധിപത്യ അവകാശങ്ങളുടെ കാര്യത്തിലും ഒക്കെ ചിലപ്പോൾ അനുകൂലമായ വിധി ജനകീയ രാഷ്ട്രീയത്തിനും ജനാധിപത്യത്തിനും അനുകൂലമായ രീതിയിൽ ഒക്കെ നമുക്കുണ്ടാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഭരണഘടന തന്നെ ജനാധിപത്യ വിരുദ്ധമായ പല പരിപാടികൾക്കും സാധ്യത നൽകുന്ന വകുപ്പുകളോ അല്ലെങ്കിൽ സാധ്യതകളോ ഉള്ള ഒന്നാണ്. പക്ഷേ അതിനെപ്പോലും ഇല്ലാതാക്കുന്ന വിധത്തിൽ, അതിനെപ്പോലും ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഭരണഘടനയെ ഒരു തരത്തിൽ അപനിർമ്മിച്ചുകൊണ്ട് ഒരു തരത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു ഭരണഘടന മറ്റൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ വലിയൊരു വിഭാഗം ചാഞ്ഞു നിൽക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അത് വിധികളിലൂടെ ആണ്, അത് ന്യായാധിപന്മാരുടെ നിയമനത്തിലൂടെയാണ്, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികവൽക്കരണത്തിൽ അതിൻ്റെ ചിഹ്നങ്ങളെ, അതിൻ്റെ ചിഹ്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെയാണ്, പല രീതികളിലൂടെയാണ്. അത് ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഏറ്റുമുട്ടലിൻ്റെ ഒരു കാലമല്ല അതിനെ കാത്തിരിക്കുന്നത്. ജുഡീഷ്യറിക്കുള്ളിൽ നിന്ന് വലിയ സമരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജുഡീഷ്യറിക്കുള്ളിലെ സമരങ്ങൾ ദുർബലമാണ്. എല്ലാ കാലത്തെയും എന്ന പോലെ ജുഡീഷ്യറിക്ക് പുറത്ത് കിടക്കുന്ന സമരങ്ങളാണ്, കോടതിക്ക് പുറത്ത് കിടക്കുന്ന സമരങ്ങളാണ് കോടതിക്കകത്തുള്ള വിധികളായിട്ട് പലപ്പോഴും പുറത്തു വരുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് കോടതി ഭരണകൂടത്തിനൊപ്പമായിരുന്നു, കേന്ദ്ര സർക്കാരിനൊപ്പമായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനങ്ങൾ ആ സർക്കാരിനെ വലിച്ചു താഴെയിടുകയും ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വലിയൊരു രാഷ്ട്രീയ വിധി നൽകുകയും ചെയ്തപ്പോൾ കോടതികൾ ജനാധിപത്യത്തിനൊപ്പം എത്തി. ഫെഡറൽ രാഷ്ട്രീയ കക്ഷികളെന്ന് നമുക്ക് വിളിക്കാവുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം കൂടിയിട്ടുള്ള ഒരു സംവിധാനം രൂപപ്പെടുന്ന ഒരു ഇന്ത്യൻ കാലാവസ്ഥയിൽ നമുക്ക് ബൊമ്മെ കേസുണ്ടായി. ഫെഡറലിസത്തെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വളരെ അനുകൂലമായ രീതിയിൽ ഇന്ത്യയുടെ ഈ പ്രാദേശിക വൈവിധ്യത്തെയും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തെയും അവകാശത്തെയും ഒക്കെ കുറിച്ച് അനുകൂലമായ വ്യാഖ്യാനങ്ങളുണ്ടായി. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ വളരെ നിയന്ത്രണങ്ങൾ കോടതികൾ ഏർപ്പെടുത്തി. അതിൽ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം കൂടുതൽ ശക്തമായി. പരിസ്ഥിതിയുടെ കാര്യത്തിൽ കൂടുതൽ പുതിയ അവബോധമുണ്ടായി. പരിസ്ഥിതിയുടെ കാര്യത്തിലുള്ള അവബോധം എന്ന് പറയുന്നത് പുറത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധിയായ രാഷ്ട്രീയ സമരങ്ങൾ നടന്നുകൊണ്ടുകൂടിയാണ്. അത്തരത്തിലുള്ള നിരവധി സമരങ്ങളും പോരാട്ടങ്ങളും പുറത്തു കടന്നു. അതിവിടെയും പ്രതിഫലിച്ചു. പുറത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചു. കോടതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമായ രീതിയിൽ വിധി പറയുന്ന രീതിയിലേക്ക്, ഒരു ടൊട്ടാലിറ്റേറിയൻ റെജീമിന് സാധ്യമാകുന്ന തരത്തിലേക്ക് നിയമവ്യാഖ്യാനത്തിൻ്റെ ഭാഷ പതുക്കെ മാറ്റി. എന്തിനാണ് ഒരാളെ തടവിൽ കിടത്തിയിരിക്കുന്നത് എന്നറിയാതെ നൂറുകണക്കിനായ മനുഷ്യർ തടവിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ. നിങ്ങളിൽ എത്ര പേർ റോണ വിൽസനെക്കുറിച്ച്, ഷോമാ സിന്നിനെക്കുറിച്ച്, സുരേന്ദ്ര ഗാഡ്ലിങ്ങിനെക്കുറിച്ച്, ഉമർ ഖാലിദിനെക്കുറിച്ച്, ആനന്ദ് തെൽതുംബെയെക്കുറിച്ച്, സഞ്ജീവ് ഭട്ടിനെക്കുറിച്ച് നിങ്ങളെത്ര പേർ എഴുതിയിട്ടുണ്ട്? നിങ്ങളെത്ര പേർ അവർക്ക് വേണ്ടി തെരുവിലിറങ്ങിയിട്ടുണ്ട്? അവരെപ്പോലുള്ള നിരവധി മനുഷ്യർക്ക് വേണ്ടി. നമ്മുടെ സമൂഹം ഇപ്പോഴും എത്ര പെട്ടെന്നാണ് ഒരു ദിവസമോ 2 ദിവസമോ കണ്ട് നമ്മൾ ശോഭനയെയും ചിത്രയെയും കുറിച്ച് എത്രയോ മണിക്കൂറുകൾ ചർച്ച ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളുടെ ആകുലതകൾ മുഴുവൻ വളരെ ഉപരിപ്ലവമായ രീതികളിലാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. നിങ്ങളെ അങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്. ഫാഷിസം പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ ആസകലം അതിനെ നിയന്ത്രിക്കുകയും അതിനുള്ളിൽ രൂപപ്പെടുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. ആ വലിയ അതിനെ ഒരു വലിയ മരമായി കണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഏതോ ഒരു കൊമ്പിലുള്ളൊരു ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ് നിങ്ങളുടെ ഈ സാംസ്കാരിക പ്രവർത്തനം. പ്രശ്നം ഈ വിഷവൃക്ഷമാണ്. നിങ്ങൾ അതിൻ്റെ ഏതോ ഒരു ചില്ലയിലിരുന്നുള്ള ഊഞ്ഞാലാട്ടം മാത്രമാണ് നമ്മൾ പലപ്പോഴും നടത്തുന്നത്. നമ്മുടെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പൗരാവകാശ പ്രവർത്തകരെ, മനുഷ്യാവകാശ പ്രവർത്തകരെ, കോർപ്പറേറ്റുകളുടെ കൊള്ളയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവരെ തടവറകളിലിടുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ. എന്തുകൊണ്ട് നമ്മുടെ തെരുവുകളിൽ നമ്മൾ ഇറങ്ങുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ജനം തെരുവുകളിൽ ഇറങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതികളിൽ നിന്നും സോളമൻ്റെ ന്യായം പ്രതീക്ഷിച്ചുകൂടാ. ജനം തെരുവുകളിൽ ഇറങ്ങുമ്പോൾ മാത്രമാണ് കോടതികളിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ വസന്തഗീതങ്ങൾ ഉണ്ടാകുന്നത്. കോടതികൾക്ക് പുറത്ത് കഴുകന്മാരും
കോടതികൾക്കകത്ത് മാടപ്രാവുകളും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കരുത്.